അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം സന്തോഷത്തിൻ്റെ ദിനമാണ്. കാരണം ആദ്യമായിട്ട് ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി നേടുന്ന ദിവസമാണിന്ന്. അങ്ങനെ തുടരും എന്ന ചിത്രം വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വന്ന് കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി കളക്ട് ചെയ്തേക്കുന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ സന്തോഷത്തിൽ നമുക്കൊന്നിച്ച് പങ്കെടുക്കാം. അപ്പം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ അവർ ആ സന്തോഷത്തിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്, ലൈക്ക് ചെയ്തേര്, ഷെയർ ചെയ്തേര്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 ദിവസത്തെ വേൾഡ് വൈഡും കേരള കളക്ഷനും എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് കിടക്കാം. തമിഴ് പതിപ്പിൻ്റെ കളക്ഷൻ എങ്ങനെയെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. തുടരും എന്ന ചിത്രം ഇന്നലെ കളക്ട് ചെയ്തത് ഏകദേശം 3 കോടിയോളം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തു. അങ്ങനെ തുടരും എന്ന ചിത്രം 98 കോടി 20 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്ന വാർത്ത സന്തോഷപൂർവ്വം പങ്കുവെക്കുന്നു. അപ്പം ഇന്നുകൊണ്ട് തുടരും എന്ന ചിത്രം 100 കോടി കളക്ട് ചെയ്യുന്ന മലയാളത്തിലെ ഏക ചിത്രമായിട്ട് മാറും കേരളത്തിൽ നിന്ന്. ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം 7 കോടി 56 ലക്ഷം രൂപയാണ് ഇത്രയും ദിവസം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ചിത്രം നേടിയത് 5 ലക്ഷം രൂപയാണ്. ആന്ധ്ര, തെലുങ്കാന ഇന്നലെ നേടിയത് 7 ലക്ഷം രൂപയാണ്. ടോട്ടൽ 3 കോടി 32 ലക്ഷത്തിലേക്ക് കടന്നു. തമിഴ്നാട് 25 ലക്ഷം രൂപയാണ് ഇന്നലെ നേടിയത്. ടോട്ടൽ 4 കോടി 88 ലക്ഷത്തിലേക്ക് കടന്നു. അപ്പം നമ്മുടെ സബ്സ്ക്രൈബർമാർ ചോദിക്കുന്നുണ്ടായിരുന്നു തമിഴ് പതിപ്പിൻ്റെ ഏതെങ്കിലും വാർത്തകളുണ്ടോ. തമിഴ് പതിപ്പ് ഏകദേശം 1 കോടി രൂപയോളം തമിഴ് പതിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ സാമാന്യം മികച്ച കളക്ഷൻ തന്നെ 4 ദിവസം കൊണ്ട് ചിത്രം ഈ തമിഴ് പതിപ്പ് നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ തമിഴ് പതിപ്പും മലയാളം പതിപ്പും കൂടെ കൂട്ടിയാണ് 488 കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ 98 കോടി 20 ലക്ഷം ഇന്നലെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത് ഏകദേശം 3 കോടിയോളം അടുത്ത തുക. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്ത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ 3 കോടി 99 ലക്ഷം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്തത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഈ ഇന്ത്യയിലെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലല്ലാതെ ഈ ചിത്രം കളക്ട് ചെയ്ത തുകയാണ് പറയുന്നത്. അങ്ങനെ 117 കോടി 95 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം 118 കോടി എന്ന് തന്നെ പറയാം. 5 ലക്ഷം കൂടെ ആയിക്കഴിഞ്ഞാൽ 118 കോടിയാവും. അപ്പോൾ ഓവർസീസിൽ നിന്ന് ചിത്രത്തിന് കിട്ടിയത് 90 കോടി 5 ലക്ഷം രൂപയാണ്. ഗ്രോസ് ആയിട്ട് കാണിക്കുന്നത് 117 കോടി 95 ലക്ഷം രൂപയാണ്. ടോട്ടൽ 208 കോടി കവർ ചെയ്തു വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് ഈ വേൾഡ് ഔദ്യോഗികമായിട്ട് കണക്കുകളൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളിത് ചർച്ച ചെയ്തതാണ് 208 കോടി ഇന്ന് നേടും എന്ന്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ചിത്രം കേരളത്തിൽ നിന്ന് 100 കോടി നേടുന്നു എന്നുള്ള വാർത്തയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അല്ലേ. ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു. ദൃശ്യമാണ് നമുക്ക് ആദ്യമായിട്ട് 50 കോടി നേടിത്തന്നത് വേൾഡ് വൈഡായിട്ട്. അപ്പോഴും കേരളത്തിൽ നിന്ന് വളരെ തുച്ഛമായ തുകയായിരിക്കാം ഇത് കളക്ട് ചെയ്ത്. അതിനുശേഷം പുലിമുരുകൻ വന്നു. പുലിമുരുകൻ വന്നപ്പം പുലിമുരുകൻ കേരളത്തിൽ നിന്ന് 85 കോടിയായിരുന്നു. അതിനുശേഷം പടിപടിയായിട്ട് നമ്മുടെ 2018 89 കോടി കളക്ട് ചെയ്തു. പിന്നെയാണ് എമ്പുരാൻ വന്ന് 87 കളക്ട് ചെയ്തു. തുടരും എന്ന ചിത്രം റിലീസിന് മുമ്പ് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു 100 കോടി കളക്ട് ചെയ്യും എന്നൊന്നും. നിശ്ചയമായ കാര്യമായിരുന്നു വിജയിക്കും എന്നുള്ളത്. 100 കോടി കടക്കും, 200 കോടി കടക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കവർ ചെയ്തു പോയി. പക്ഷേ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായി ഒരു ചിത്രം 100 കോടി നേടുക എന്നുള്ളത് നമ്മുടെ സ്വപ്നമായിരുന്നു. അത് എമ്പുരാനിലൂടെ സാധിക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. എമ്പുരാന് പറ്റിയില്ലെങ്കിൽ പുറകെ വന്ന തുടരും എന്ന ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് 100 കോടി രൂപ
കളക്ട് ചെയ്യും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ നോക്കി കഴിയുമ്പം ഓവർഫീസിൽ നിന്നാണ് കേരളത്തിലേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യുന്നത് സാധാരണ കേസിൽ. പക്ഷേ ഈ കേസ് നമ്മൾ നോക്കുമ്പം ഓവർഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് 90 കോടിയാണ്, കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 98 കോടിയാണ്. അങ്ങനെ രണ്ടും ടൈപ്പായിട്ട് പോകുന്നതാണ്. അപൂർവങ്ങളിൽ അപൂർവം. സാധാരണ ഒരു ചിത്രം ഓവർഫീസിൽ നിന്നാണ് കൂടുതൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് കുറവായിരിക്കും കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. കേരളത്തിൽ നിന്ന് കൂടുതൽ കളക്ട് ചെയ്യുന്നു, ഓവർഫീസിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്യുന്നു. ആ ലെവലിലാണ് പോകുന്നത്. ഏകദേശം അല്ലേ ഫൈറ്റ് 90, 98. ഇതാണ് തുടരും എന്ന ചിത്രത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പം മറ്റു തുടരും വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അതിൻ്റെ ഇടയ്ക്ക് പലരും ചോദിച്ചു തമിഴ് പതിപ്പിൻ്റെയും തെലുങ്ക് പതിപ്പിൻ്റെയൊക്കെ അതും മികച്ച കളക്ഷനുമായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ 1 കോടി രൂപ തമിഴ് പതിപ്പിൽ നിന്ന് കടന്നിരിക്കുകയാണ്. 1.75 വന്നു തെലുങ്ക് പതിപ്പിൽ നിന്ന്. അതും മികച്ച കളക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കളക്ഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2.5 കോടി രൂപ തന്നെയാണ്. അപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് കാണിക്കുന്നത് 1500 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അപ്പം 2.5 കോടി രൂപ ഇന്നും കളക്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ 1 കോടി 101 കോടിയിലേക്ക് ഇന്ന് കടക്കും. വേൾഡ് വൈഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 5 കോടി രൂപയാണ്. അങ്ങനെ 113 കോടിയിലേക്കും ഇന്ന് വേൾഡ് വൈഡായിട്ടുള്ള ചിത്രം കടക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാം കൊണ്ടും മലയാള സിനിമയെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. അപ്പം പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തും വരെ ഓക്കെ ബൈ.